Dear students, ഈ ക്വസ്റ്റ്യനിൽ ഹൈബ്രിഡൈസേഷൻ ഓഫ് സെൻട്രൽ ആറ്റം ഓഫ് കാറ്റയോൺ പറഞ്ഞു വെക്കേണ്ട കാര്യം ചോദ്യം കാറ്റയോണിന്റെ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്താണെന്നാണ് ചോദ്യം. ഏത് സ്റ്റേറ്റില്? സോളിഡ് സ്റ്റേറ്റ്. എപ്പോഴും ഓർക്കുക, സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതൊരു അയോണൈസിങ് സ്റ്റേറ്റ് ആണ്. അതായത് സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് ചാപ്റ്റർ ഇക്വിലിബ്രിയത്തിൽ, സോളിഡ് സ്റ്റേറ്റ് ആയിട്ടിരിക്കുമ്പോൾ അത് അയണൈസ് ചെയ്യാൻ ടെൻഡൻസി കൂടുതലാണ്. അതിനൊരു ക്ലൂ തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? കാറ്റയോണിന്റെ ചോദിച്ചു. അപ്പോൾ ഉറപ്പായിട്ട് ആനിയോൺ കാണുമല്ലോ. PCl5 എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് അയണൈസ് ചെയ്യുക? സോളിഡ് സ്റ്റേറ്റിൽ. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പറഞ്ഞു അയണിക് സ്റ്റേറ്റ് ആണ്. അത് PCl4+ ആയും PCl6- ആയിട്ടുമായിരിക്കും. ചോദ്യം കാറ്റയോൺ ആയതുകൊണ്ട് നമ്മൾ കാറ്റയോണിന്റെ ഭാഗം മാത്രം എന്ത് ചെയ്യുക? നോക്കുക. PCl4+ഉം PCl6- ആണ് ഉണ്ടാവുക. അപ്പൊ ഇതിൽ 4 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. 2, 3, 4, 5, 6, 7 ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ 2 വന്നാൽ sp ആണ്, 3 വന്നാൽ sp2 ആണ്. ഇവിടെ വന്നിരിക്കുന്ന 4 അല്ലേ. ഉറപ്പായിട്ടും എന്തായിരിക്കും? sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ sp3 ഈ പറയുന്ന 3 എണ്ണത്തിൽ ആദ്യം വരുന്നുണ്ട് റെസ്പെക്റ്റീവ് ആയിട്ട് നോക്കുമ്പോൾ. അപ്പൊ 4ാമത്തെ ഓപ്ഷൻ അല്ല എന്ന് നമുക്ക് എന്തായി? ഉറപ്പായി. ബാക്കിയുള്ള 3 എണ്ണം കമ്പയർ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് 2ാമത്തെ കൂടി എഴുതി നോക്കാം. അതായത് സോളിഡ് PbR5. ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക. 2 ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ ബാലൻസ് ചെയ്യാൻ പറ്റും. 2 × 5 10 ആണ്, 4 + 6 10 ആണ്, 2 ഫോസ്ഫറസ് ഉണ്ട്, ബാലൻസ് ആയി. PbR5 നോക്കിക്കഴിഞ്ഞാൽ PbR5 സോളിഡ് സ്റ്റേറ്റ് ആണ്, അതായത് അയണിക് സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ഇത് ഇക്വിലിബ്രിയം ഉണ്ടാവുന്നത് PbR4+. വീണ്ടും 4 വന്നു, അപ്പോൾ മനസ്സിലായി ഇതും എന്ത് തന്നെ? sp3 തന്നെ. ബാക്കി Br- നോക്കണ്ട, അതിന് ഹൈബ്രിഡൈസേഷൻ ഇല്ല. അപ്പോൾ ആദ്യത്തേതും 2ാമത്തേതും sp3 തന്നെ. വീണ്ടും നോക്കുക, sp3 sp2 ഇവിടെ വന്നു, അപ്പൊ ഇത് വലിയ സാധ്യതയില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇതിലാണ് നമ്മുടെ ആൻസർ കിടക്കുന്നത്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, either 3 or 2. അതൊന്ന് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3ാമത്തെ എടുത്തു, സോളിഡ് N2O5. N2O5 അയണൈസ് ചെയ്യുന്നത് N2O4- ആയും ഓർഡർ എഴുതാം നമുക്ക്. ഒപ്പം തന്നെ NO+ ആയിട്ടുമാണ്. അതായത് NO+ ഒപ്പം തന്നെ NO3-. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ N2O5 ഉണ്ട്. അതായത് ഉറപ്പായിട്ടും അത് 2N2 ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ 2N2O5 give 2NO+ and 2NO3-. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 × 2 4 നൈട്രജൻ ഉണ്ട്. 2 × 5 10 ആണ്, 2 ഓക്സിജനും. ഇവിടെ നമുക്ക് 2 × 3 6 ആണ്. ഇവിടെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഓക്സിജന്റെ ബാലൻസ്ഡ് അല്ല. അപ്പോൾ എന്ത് ചെയ്തു? NO2+. എല്ലാവർക്കും അറിയാം നൈട്രോണിയം അയോൺ എന്ന് വിളിക്കും. അപ്പൊ നൈട്രോണിയം അയോണും നൈട്രേറ്റുമായിട്ട് മാറും. ഇതിൽ നൈട്രോണിയം അയോൺ എന്ന് പറയുന്നത് എന്താണ്? നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന 2 ആണല്ലേ. 2 ആണെങ്കിൽ എന്താണ്? sp ആണ്. അപ്പൊ sp3 ആദ്യത്തേത്, 2ാമത്തേതും sp3, 3ാമത്തെ ഏതാണ് വന്നത്? കാറ്റയോൺ sp ആണ്. ഇനി ഓപ്ഷൻ നോക്കുക, sp3 sp ആണ് ഇവിടെ അല്ലേ. ഇവിടെ sp3 sp2. അപ്പൊ ഇതും വരാൻ വഴിയില്ല. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. താങ്ക് യു.